ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് സ്മിത. ഞാനിപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് പേരെങ്കിലും ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കണമെങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ജോലിയുടെ കാര്യങ്ങളൊക്കെ അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വേക്കൻസീസ് വരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വിസ സ്പോൺസർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മെയിനായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഞാൻ അവിടെ ഷോർട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. അതിൻ്റെ ഷോർട്ട് വീഡിയോസ് ഞാൻ യൂട്യൂബിലും ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ട് എനിക്ക് DM ചെയ്താൽ മതി കേട്ടോ. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. UK PR നമുക്കിപ്പം സ്കിൽഡ് വർക്കർ വിസയിൽ നിൽക്കുകയാണെങ്കിൽ UK PR കിട്ടാൻ വേണ്ടി 5 വർഷം നിൽക്കണം. 5 വർഷം കഴിഞ്ഞിട്ട് 1 വർഷം കൂടെ കഴിയുമ്പോൾ നമുക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. അപ്പം പക്ഷേ ഇപ്പം ഒരു പ്രൊപ്പോസൽ വന്നിരിക്കുകയാണ്. പാർലമെൻറ്റിൽ UK നിന്നിട്ട് സ്കിൽഡ് വർക്കർ വിസയിൽ നിന്ന് PR കിട്ടണമെങ്കിൽ 10 വർഷം നിൽക്കണം. അതായത് നമ്മൾ സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുമ്പം 10 വർഷം നിൽക്കുന്നത് പോലെ തന്നെ സ്കിൽഡ് വർക്കർ വിസയിൽ നിന്നാലും 10 വർഷം നിന്നിട്ട് പിന്നെ സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ 5 വർഷം കഴിയണം. പിന്നെ ഈ PR കിട്ടുമ്പോൾ നോർമൽ ക്രൈറ്റീരിയസ് ഒക്കെ പോലെ തന്നെ ടാക്സ് നമ്മൾ കറക്റ്റായി പേ ചെയ്യുന്നവരായിരിക്കണം. അതുപോലെ നമ്മുടെ പേരിൽ കുറ്റകൃത്യങ്ങളൊന്നും പണിഷ്മെൻറ്റ്സ് ഒന്നും നമുക്ക് കിട്ടിക്കാണരുത്. നമ്മൾ ക്രൈമൊന്നും ചെയ്ത് കാണരുത്. എങ്കിൽ മാത്രമേ UK PR നമുക്ക് കിട്ടും നോർമൽ പോലെ തന്നെ. അങ്ങനെ അതൊരു പ്രൊപ്പോസലാണ് വന്നിരിക്കുന്നത്. ഫെബ്രുവരി 5 കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായ കെമി ബാഡ്നോക്കാണ് ഈ ഒരു 10 വർഷത്തിൻ്റെ പ്രൊപ്പോസൽ പാർലമെൻറ്റിൽ ചർച്ചയിൽ കൊണ്ടുവന്നത്. ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ന്യൂസ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പം ഈ ഒരു നിർദ്ദേശം വെച്ച് ഈ ഒരു റൂള് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർ 10 വർഷം നിന്നാൽ മാത്രമേ UK PR കിട്ടുകയുള്ളൂ. സ്റ്റുഡൻ്റായിട്ട് നിൽക്കുന്നത് പോലെ തന്നെ നമ്മൾ ഇത് വിസയിലാണോ സ്കിൽഡ് വർക്കർ വിസയിൽ ഏത് വിസയിലാണോ നമ്മൾ ആ വിസയിൽ 10 വർഷം ഇവിടെ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് PR കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് ഈ ഒരു നിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയിൽ നമുക്ക് 10 വർഷം എക്സ്റ്റൻഷൻ കിട്ടണം. അല്ലെങ്കിൽ സെയിം തന്നെ നമുക്ക് ആ ഒരു ഫീൽഡിൽ തന്നെ നമുക്ക് സെയിം കമ്പനീസ് ഏതെങ്കിലും നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ടൈം പീരീഡാണ്. 10 വർഷം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് PR കിട്ടാനുള്ളൊരു ലോങ് ടൈം പീരീഡാണ്. അപ്പോൾ ഇത് എത്രത്തോളം നിലവിൽ വരും എന്ന് നമുക്ക് അറിഞ്ഞൂടെ. ഇതിൻ്റെ മെയിൻ ലക്ഷ്യം അവർ ഉദ്ദേശിക്കുന്ന മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ കൂടുന്നത് തന്നെയാണ്. അവർക്ക് ഒരുപാട് സ്കിൽഡായിട്ടുള്ള വർക്കേഴ്സിനെ മാത്രം UK എത്തിക്കൊണ്ട് ഉള്ളവർ ഇവിടുന്ന് പറഞ്ഞു വിടുക എന്നൊരു ലക്ഷ്യം തന്നെ മാത്രം. UK വരണമെങ്കിൽ വരാം, കോഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ഒരു 2-3 വർഷം ജോലി ചെയ്യണമെങ്കിൽ ജോലി ചെയ്യാം. പക്ഷേ അവർക്ക് ആവശ്യം സ്കിൽഡായിട്ടുള്ള ആൾക്കാർ, അത്രയ്ക്കും നല്ല ഒരു കൺട്രിക്ക് എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ തന്നെ നിർത്തണം എന്നുള്ളൊരു രീതിയിലാണ് ഇവർ എയിം ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ്സ് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. ഒരു നീക്കം മെയിനായിട്ട് ഇവരുടെ ഒരു ഹെൽത്ത് സിസ്റ്റത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഹെൽത്ത് സിസ്റ്റത്തിൽ ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ജോലി ചെയ്യുന്ന മാൻ പവറിൻ്റെ കാര്യത്തിലായാലും ടെക്നോളജിയുടെ കാര്യത്തിലായാലും എല്ലാം വേറെ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഒരു ബിഗ് പാർട്ട് ഓഫ് കോൺട്രിബ്യൂഷൻ തന്നെ ഉണ്ട്. അപ്പം അത് അവർ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് തിരിച്ചു പോവേണ്ടി വരും. അതുപോലെ ഈ ഇപ്പം സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു താല്പര്യവും കുറയും. എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഒരു 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് പ്രൊഫഷണലോ ഇങ്ങോട്ട് വരാനായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്ക് അതിനൊരു താല്പര്യം കാണത്തില്ല. 10 വർഷം നിന്നാലേ ഞാൻ UK PR കിട്ടും, അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കൺട്രി പോയാൽ നമുക്ക് അതിലും ഈസി ആയിട്ട് PR കിട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ടെക്നോളജീനെയും ഹെൽത്ത് സിസ്റ്റത്തിനെയും ഒക്കെ ബാധിക്കും. അതായത് മറ്റുള്ള കൺട്രീസിൻ്റെ ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് കുറയാനും സാധിക്കും. അപ്പോൾ ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല, ജസ്റ്റ് ഒരു പ്രൊപ്പോസൽ മാത്രമാണ്. അപ്പോൾ ഇത് എവിടം വരെ ആകുമെന്ന് നമുക്ക് നോക്കാം. ഇത് പ്രാബല്യത്തിൽ വരാൻ ചാൻസ് കുറവാണെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ഇനി എന്താ വരുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഞാനിന്ന് വന്നത്. അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.